ഇന്ത്യൻ ജനസംഖ്യ 146 കോടിയിലേക്ക്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തിറക്കിയ 2025 വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യവും. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. ഇന്ത്യൻ ജനസംഖ്യ അടുത്ത 40 വർഷത്തിനുള്ളിൽ 170 കോടി തികയുമെന്നും UN റിപ്പോർട്ടിലുണ്ട്. എന്നാൽ അതിനുശേഷം ഇന്ത്യയുടെ ജനസംഖ്യ കുറഞ്ഞു തുടങ്ങും. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നത് ആശങ്കയുണർത്തുന്ന വസ്തുത തന്നെയാണ്. എന്നാൽ ആ രാജ്യത്തിന് അതിൽ നിന്ന് ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കിട്ടുമെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയേണ്ടി വരും. എന്താണ് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ ഏറിയ പങ്കും വർക്കിംഗ് ഏജ് പോപ്പുലേഷനിലുള്ളവരാണെന്നിരിക്കട്ടെ, അവർ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ പോസിറ്റീവായ കോൺട്രിബ്യൂഷൻസ് നടത്തും. ഇതിനെയാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനസംഖ്യയിൽ 26% യുവാക്കളാണ്. 68% പേരും വർക്കിംഗ് ഏജ് പോപ്പുലേഷനിൽ ഉള്ളവരാണ്. അതുകൊണ്ട് ഈ ജനസംഖ്യാ വളർച്ചയുടെ ഗുണഫലങ്ങളാവും ഇനി ഇന്ത്യക്ക് ലഭിക്കുക. നമുക്കറിയാം, 2011 ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ സെൻസസ് നടന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സർക്കാർ കണക്കുകൾ ജനസംഖ്യയുടെ കാര്യത്തിൽ അവൈലബിൾ അല്ല എന്ന് പറയേണ്ടി വരും. ഉടൻ തന്നെ സെൻസസ് നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സെൻസസിൻ്റെ റിപ്പോർട്ട് 2027 വരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിൻ്റെ കണക്കുകൾ പ്രകാരം ലോകത്ത് 823 കോടി ജനങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71 വയസ്സും സ്ത്രീകളുടേത് 74 വയസ്സുമാണ്.